ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. وَإِذَا قُرِئَ عَلَيْهِمُ الْقُرْآنُ لَا يَسْجُدُونَ. വചനം 21. വഇദാ ഖുരിഅ ഓതപ്പെട്ടാൽ, അലൈഹിം അവരിൽ, അൽ ഖുർആനു ഖുർആൻ, ലാ യസ്ജുദൂൻ അവർ സുജൂദ് ചെയ്യുന്നുമില്ല. അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കപ്പെട്ടാൽ അവർ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നുമില്ല. ബലില്ലദീന കഫറൂ യുകദ്ദിബൂൻ. വചനം 22. ബലില്ലദീന കഫറു പക്ഷേ അവിശ്വസിച്ചവർ, യുകദ്ദിബൂൻ വ്യാജമാക്കുന്നു. അത്രയുമല്ല, പക്ഷേ അവിശ്വസിച്ചവർ വ്യാജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാഹു അഅലമു ബിമാ യൂഊൻ. വചനം 23. വല്ലാഹു അഅലമു അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്. ബിമാ യൂഊൻ അവർ സൂക്ഷിച്ചു വരുന്നതിനെപ്പറ്റി, അവർ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു നല്ലവണ്ണം അറിയുന്നവനുമാകുന്നു. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. വചനം 24. ഫബശ്ശിർഹും ആകയാൽ അവർക്കു സന്തോഷമറിയിക്കുക, ബിഅദാബിൻ അലീം വേദനയേറിയ ശിക്ഷയെപ്പറ്റി. ആകയാൽ നബിയെ അവർക്കു വേദനയേറിയ ഒരു ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുക. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ലഹും അജ്റുൻ ഗൈറു മംനൂൻ. വചനം 25. ഇല്ലല്ലദീന യാതൊരുവർക്കൊഴികെ, ആമനു വിശ്വസിച്ച, വഅമിലുസ്സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത, ലഹും അവർക്കുണ്ട്, അജ്റുൻ പ്രതിഫലം, ഗൈറു മംനൂൻ മുറിക്കപ്പെടാത്ത, നഷ്ടം പറ്റാത്ത. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അവർക്ക് മുറിഞ്ഞു നഷ്ടപ്പെട്ടു പോകാത്ത പ്രതിഫലമുണ്ട്. ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഓത്തിന്റെ ഒരു സുജൂദ് ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതുമ്പോൾ സുജൂദ് ചെയ്തതായി ഇമാം മാലിക്, മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമ മുതലായവർ നിവേദനം ചെയ്തിട്ടുണ്ട്. അസ്തമയ സമയത്തെ ശോഭ, രാത്രി ഉൾക്കൊള്ളുന്നവ അഥവാ അതിന്റെ ഇരുട്ടിൽപ്പെട്ട് മറഞ്ഞു പോകുന്ന വസ്തുക്കൾ, പൂർണ്ണദശ പ്രാപിച്ച ചന്ദ്രൻ എന്നിങ്ങനെയുള്ള ചില പ്രകൃതി ദൃഷ്ടാന്തങ്ങളെക്കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറയുന്നു, തീർച്ചയായും നിങ്ങൾ ഒന്നിനുശേഷം മറ്റൊന്നായി ഓരോ ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. മരണത്തിനു മുമ്പ് ശൈശവം, കൗമാരം, യുവത്വം, വാർദ്ധക്യം, രോഗം, ആരോഗ്യം, സുഖം, ദുഃഖം ആദിയായ വിവിധ ഘട്ടങ്ങളെ മനുഷ്യർ തരണം ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു നല്ല കാര്യമോ ചീത്ത കാര്യമോ സാധിക്കണമെങ്കിൽ പോലും അതിനായി പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. പിന്നീടാണെങ്കിൽ മരണം, ഖബറിലെ ജീവിതം, ഉയർത്തെഴുന്നേൽപ്പ്, മഹ്ശറിലേക്കു സമ്മേളിക്കൽ, വിചാരണ, രക്ഷാശിക്ഷകൾ ആദിയായ ഘട്ടങ്ങളെയും ഒന്നിനു പിന്നാലെ ഒന്നായി മനുഷ്യൻ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ കേവലം നിശ്ചലമോ സുസ്ഥിരമോ ആയ ഒരു അവസ്ഥയല്ല മനുഷ്യനുള്ളത്. വ്യക്തികളിൽ മാത്രമല്ല, സമൂഹങ്ങളിലും കാണാവുന്ന അവസ്ഥയാണിത്. ഇതെല്ലാം മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതും അവന്റെ ശാശ്വതമായ ഭാവിയെപ്പറ്റി ബോധപൂർവം പ്രവർത്തിക്കുവാൻ അവന് പ്രേരകമാകേണ്ടതുമാകുന്നു. പക്ഷേ എന്നിട്ടും സത്യവിശ്വാസം സ്വീകരിക്കുവാനോ ഖുർആന്റെ സന്ദേശങ്ങൾ ചെവിക്കൊണ്ട് മനസ്സിലാക്കുവാനോ അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കുവാനോ അവൻ തയ്യാറാകുന്നില്ല. അത്ഭുതം തന്നെ. 16 മുതൽ 21 കൂടിയ വചനങ്ങളുടെ വ്യാഖ്യാനമായി
പ്രാമാണ്യരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പലരും പ്രസ്താവിച്ചിട്ടുള്ളതിന്റെ സാരമാണ് മുകളിൽ പറഞ്ഞത്. ഈ ആശയത്തെ പിന്താങ്ങുമാറുള്ള പല ഖുർആൻ വചനങ്ങളും കാണാവുന്നതുമാകുന്നു. ഈ സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 19-ാം വചനത്തിന് പ്രത്യേകമായി ഒരു ശീർഷകം കൊടുത്തിട്ടുണ്ട്. അതിൽ തൊബഖൻ അൻ തൊബഖ് എന്ന വാക്കിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് രേഖപ്പെടുത്തിക്കൊണ്ട് ഹാലൻ ബഅദ ഹാൽ, ഒരവസ്ഥയ്ക്കു ശേഷം മറ്റൊരവസ്ഥ എന്നാണ് അദ്ദേഹം അർത്ഥം സ്വീകരിച്ചിരിക്കുന്നത്. മറ്റു പല മഹാന്മാരിൽ നിന്നും ഇതുപോലെ നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളതായി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മുതലായവരും പ്രസ്താവിച്ചിരിക്കുന്നു. ഏതാണ്ട് ഇതേ അർത്ഥത്തിലുള്ള വേറെ ചില നിവേദനങ്ങളും കാണാം. ചിലതിൽ ശിദ്ദത്തൻ ബഅദ ശിദ്ദ, ഒരു കാഠിന്യത്തിനു ശേഷം മറ്റൊരു കാഠിന്യം എന്നാണുള്ളത്. ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് മേൽക്കണ്ട വ്യാഖ്യാനം ആ വചനത്തിന് നാമം സ്വീകരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഓരോന്നോരോന്നായി വിവിധ ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എന്ന് സാരം. അല്പം വിഷമത്തോടുകൂടി തരണം ചെയ്യപ്പെടേണ്ടുന്ന അവസ്ഥകളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നത്രേ ലതർക്കബുന്ന, തീർച്ചയായും നിങ്ങൾ കയറും എന്ന പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് വിഷമാവസ്ഥകൾ ഓരോന്നായി തരണം ചെയ്തുകൊണ്ടിരിക്കും എന്ന് ചില മഹാന്മാർ ഇവിടെ അർത്ഥം കൽപ്പിച്ചതും. ഏതായാലും നിങ്ങൾ പടിപടിയായി പുരോഗമിച്ചു കൊണ്ടേയിരിക്കും എന്ന് ഈ വചനത്തിന് ചില പുരോഗമനവാദികൾ കൽപ്പിച്ചു കാണുന്ന അർത്ഥവ്യാഖ്യാനം സ്വീകരിക്കുവാൻ ന്യായം കാണുന്നില്ല. കാര്യപ്പെട്ട ഒരു മുഫസ്സിറും അത് പറഞ്ഞു കാണുന്നുമില്ല. ലതർക്കബുന്ന എന്നതിൽ ബാ എന്ന അക്ഷരത്തിന് അകാരം അഥവാ ഫത്ത് കൊടുത്തും ലതർക്കബന്ന എന്നും വായനയുണ്ട്. അപ്പോൾ അത് നീ കയറും എന്ന അർത്ഥം വരുന്ന ഏകവചനവും നേർക്കുനേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിക്കുന്നതുമായിരിക്കും. വായനാ വ്യത്യാസങ്ങളും വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും ഉദ്ധരിച്ച ശേഷം പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവായ ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്രകാരം പറയുന്നു: മുഹമ്മദ് നബിയെ ഒരവസ്ഥയ്ക്കു ശേഷം മറ്റൊരവസ്ഥയും വിഷമകരമായ ഒരു കാര്യത്തിനു ശേഷം മറ്റൊരു കാര്യവുമായി നീ കയറി അഥവാ തരണം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വ്യാഖ്യാനം നൽകിയവരുടെ അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് വാചകമെങ്കിലും എല്ലാ മനുഷ്യരെയും ഉദ്ദേശിച്ചു പറഞ്ഞതാണ് അതെന്നും ഖിയാമത്ത് നാളിലെ വിഷമങ്ങളും ഭീകരതകളും അവർ കണ്ടുമുട്ടേണ്ടി വരുമെന്നാണ് അതിന്റെ താൽപര്യമെന്നും അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നു. അവർ സത്യവിശ്വാസം സ്വീകരിക്കുന്നില്ലെന്നും ഖുർആൻ സ്വീകരിച്ച് അള്ളാഹുവിനെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നില്ലെന്നും മാത്രമല്ല, ഖുർആനെയും മറ്റും വ്യാജമാക്കി നിഷേധിക്കുക കൂടി ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് വല്ല സന്തോഷവാർത്തയും അറിയിക്കുവാനുണ്ടെങ്കിൽ അത് കഠിനമായ ശിക്ഷയെക്കുറിച്ചാണുള്ളത്. നേരെ മറിച്ച് സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിച്ചവർക്കാകട്ടെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ശാശ്വതമായ പ്രതിഫലവും ഉണ്ടായിരിക്കും. അവർ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത് മായൂൻ എന്നു പറഞ്ഞതുകൊണ്ടുദ്ദേശം അസൂയ, വെറുപ്പ്, വിദ്വേഷം, നിഷേധം മുതലായവയാണ്. അല്ലാഹു ആലം.